ദൈവം ആരെയാണ് ആദരിക്കുന്നതെന്ന് അറിയാമോ? ഈശോ പറഞ്ഞൊരു വചനം ഇതാണ്: എൻ്റെ ശുശ്രൂഷകനെ എൻ്റെ പിതാവ് ബഹുമാനിക്കുന്നു, ഞാനും ബഹുമാനിക്കുന്നു. പിതാവായ ദൈവവും യേശുക്രിസ്തുവും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പ്രിയപ്പെട്ടവരെ ഈ ദൈവവചന ശുശ്രൂഷ. അത് പല വിധത്തിൽ നടത്തുക. ഞാൻ നന്ദി പറയാണ് ഈ മിഷൻ സ്റ്റാളുകളെ കുറിച്ച്, ഇതിലിവിടെയുള്ള എല്ലാവരെ കുറിച്ച് നന്ദി പറയാണ്. സ്നേഹമുള്ള ദൈവമക്കളെ, ഇനിയിപ്പോൾ നമുക്ക് അവിടെ പോകാൻ സാധിക്കുന്നില്ലേ? വീട്ടിലിരുന്ന് കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് സാധിക്കുമെങ്കിൽ കൈ വിരിച്ച് പിടിച്ച് ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കണം. മിഷനിലൊക്കെ ഒത്തിരി അസ്വസ്ഥതകളുണ്ട്, ഒത്തിരി പേര് വേദനിക്കുന്നുണ്ട്. അവിടെയുള്ള വൈദികരെ ഓർത്തൊക്കെ ഞാൻ ഹൃദയം നിറഞ്ഞ് നന്ദി പറയാട്ടോ. സൗകര്യങ്ങളില്ല, ഇൻ്റർനെറ്റ് ഇല്ല, വാഹന സൗകര്യം കുറവ്, അതുപോലെ കുറേ സിസ്റ്റേഴ്സ്, കുറേ ആത്മായ ശുശ്രൂഷകർ, അവരെ ഓർത്തൊക്കെ നന്ദി പറയാം. കർത്താവിന് വേണ്ടി അവരെ കൊണ്ട് പറ്റുന്നതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുക. വിളവധികമാണ്, വേലക്കാരില്ല. വിളവിൻ്റെ നാഥനോട് നമ്മൾ പ്രാർത്ഥിക്കണം: ദൈവമേ, വിളഭൂമിയിലേക്ക് നിൻ്റെ ശുശ്രൂഷകരയക്കണമേ. ഞാൻ നന്ദി പറയാണ്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ 42-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അത് ഇരട്ടിയായിട്ട് കൊടുത്തു എന്നാണ് പറയണത്. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം, അവന് നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അത് ഇരട്ടിയായിട്ട് കൊടുത്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, മധ്യസ്ഥ പ്രാർത്ഥന, ദൈവവേല, ദൈവ ശുശ്രൂഷ കുടുംബങ്ങളിൽ ഐശ്വര്യം ഇരട്ടിക്കുന്ന ശുശ്രൂഷയാണ്. കുടുംബങ്ങളെ അഭിഷേകത്തിലേക്ക് നയിക്കുന്ന ശുശ്രൂഷയാണ്. ഇങ്ങനൊരു ശുശ്രൂഷകൻ നമ്മുടെ കുടുംബത്തിലുണ്ടോ? ദൈവജനത്തിന് വേണ്ടി കൈവിരിക്കുന്നുണ്ടോ? ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? അവരുടെ കുടുംബത്തിന് ചുറ്റും ജോബിൻ്റെ കുടുംബത്തെ വേലി കെട്ടി പ്രൊട്ടക്റ്റ് ചെയ്ത ദൈവം ഇന്നും സംരക്ഷിക്കുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മേ, ലോകം മുഴുവനിലേക്കും അവിടുത്തെ ശുശ്രൂഷകരായ ദൈവമക്കളെ അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.